സമൂഹത്തിൽ അതൃപ്തിയോ പരാതികളോ നിലനിൽക്കുന്നുണ്ടെങ്കിലും അത് ഭരണ സംവിധാനം ചെയ്യേണ്ട കാര്യങ്ങൾ ശരിയായ രീതിയിൽ ചെയ്തിട്ടില്ല എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണെന്ന വിലയിരുത്തലുകളും ഇതിനിടയിൽ ഉയർന്നു വന്നു. അങ്ങനെ നോക്കുമ്പോൾ ഇറാൻ അമേരിക്ക സംഘർഷം ഇപ്പോൾ വെറുമൊരു സൈനിക പ്രശ്നം മാത്രമായി ചുരുങ്ങുന്നില്ല. ഒരു വശത്ത് ഇറാൻ സ്വന്തം പ്രതിരോധശേഷിയും സൈനിക സാങ്കേതിക വിദ്യയും കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി അവകാശപ്പെടുമ്പോൾ, മറുവശത്ത് അമേരിക്ക സാമ്പത്തിക ഉപരോധങ്ങളിലൂടെയും രാഷ്ട്രീയ സമ്മർദ്ദങ്ങളിലൂടെയും ഇറാനെ കൂടുതൽ ഒറ്റപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. അതിനിടയിൽ ഹോർമുസ് കടലിടുക്ക്, ആഗോള എണ്ണ വിപണി, ആണവ പദ്ധതി, പ്രാദേശിക സഖ്യങ്ങൾ എന്നിവയെല്ലാം ഈ വലിയ സംഘർഷത്തിൻ്റെ നിർണായക ഭാഗമായി മാറിക്കഴിഞ്ഞു. ഇരു രാജ്യങ്ങളും ഇപ്പോഴും സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിൽക്കുമ്പോഴും യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾക്ക് വാതിൽ പൂർണ്ണമായി അടഞ്ഞിട്ടില്ലെന്ന സൂചനകളുമുണ്ട്. എങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ചെറിയൊരു തെറ്റായ കണക്കുകൂട്ടൽ പോലും വിനാശകരമായൊരു മഹായുദ്ധത്തിലേക്ക് വഴിമാറാനുള്ള സാധ്യതയായാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ലോകം ഉറ്റുനോക്കുന്നത് ഒരേ ഒരു കാര്യത്തിലേക്കാണ്. അമേരിക്കയും ഇറാനും വീണ്ടും നേരിട്ടുള്ള വലിയ സംഘർഷത്തിലേക്ക് നീങ്ങുമോ, അതോ സാമ്പത്തിക സമ്മർദ്ദങ്ങൾക്കിടയിലും നയതന്ത്ര ചർച്ചകളിലൂടെ ഒരു പുതിയ ധാരണയിലേക്ക് എത്തുമോ എന്നത്.